ഈ ക്രിമറ്റോറിയത്തിൻ്റെ കാര്യം പറയല്ലോ, അത് ഞാൻ സ്പെസിഫിക്കലി ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്ന കാര്യമാണ്. അങ്ങനെ ഒരു ഐഡിയ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അതിൻ്റെ അത് ഒരുപക്ഷെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഒരുപാട് അതിൻ്റെ പിന്നിൽ വിയർപ്പുണ്ടാവും. അത് എങ്ങനെയാണ് ഇപ്പോൾ ഓർത്തെടുക്കുന്നത്? 2009 ശ്രീ ബാലകൃഷ്ണൻ പ്രസിഡന്റ്, ഞാൻ ജനറൽ സെക്രട്ടറിയായി വന്നൊരു കമ്മിറ്റിയുണ്ട്, ദിലീപ് ട്രഷറായിട്ട്. ആ കമ്മിറ്റിയുടെ മുമ്പിൽ വന്ന കുറച്ച് പെൻഡിങ് ഫയൽസ് ഉണ്ട്. ആ ഫയൽ ഒരു ഫയലാണിത്. ആ ഫയൽ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി ഷാർജയിൽ എന്തുകൊണ്ട് ഒരു ഹിന്ദു ക്രിമിറ്റോറിയം വേണം എന്നുള്ളത്. നമ്മുടെ അന്ന് അതിനു മുമ്പ് നമ്മുടെ പ്രസിഡന്റ് മരണപ്പെട്ടു ഷാർജയിൽ വെച്ചിട്ട്. ഒരു ആക്സിഡന്റൽ ഡെത്ത് ആയിരുന്നു അത്. അങ്ങനെ അദ്ദേഹത്തിന് ദുബായിലേക്ക് നമുക്ക് ക്രിമിറ്റോറിയത്തിൽ കൊണ്ടുപോകാൻ പറ്റിയില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളൊക്കെ എവിടെയാണ്, അവർക്ക് നാട്ടിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവസാനം ഞങ്ങൾ അവിടുത്തെ ഷാർജയിൽ തന്നെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അതിൻ്റെ ക്രിമിറ്റോറിയം നടക്കുമ്പോൾ അന്നത്തെ കമ്മിറ്റി തീരുമാനിച്ചാൽ നമുക്ക് ഷാർജയിൽ ഒന്ന് കൊണ്ടുപോകണം, ഇത് വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മളത് പല തരത്തിലും അന്നത്തെ കമ്മിറ്റികളൊക്കെ അത് നടത്തി. പിന്നെ അത് പെൻഡിങ് ഫയലായിട്ട് വെച്ചുപോയി. വന്നിട്ട് ഞാൻ പറഞ്ഞു, ഇതാണ് നമ്മളൊരു വൺ ഓഫ് ദി ടോപ്പ് പ്രിയോറിറ്റി, അർജൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെടുന്നൊരു ഫയലാണ്. അപ്പോൾ ആ അർജൻറ്റ് ഇമ്പോർട്ടൻറ്റ് ഫയൽ എടുത്തിട്ട് നമ്മൾ ആദ്യം ഗവൺമെൻറ് സമീപിച്ചു. അപ്പോൾ അതിൻ്റേതായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് രണ്ട് തരം പ്രശ്നമുണ്ട്. ഒന്ന്, ഇതിൻ്റെ ഇതിൻ്റെ വിശ്വാസപരമായ ഘടന എന്ത് എന്ന് ആദ്യം ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം, ഇതെങ്ങനെയാണ് വേണ്ടത്. രണ്ടാമത്, ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കും, ഇതെങ്ങനെയാണ് സംഭവം നടക്കാറ്. ഇതിൻ്റെ സേഫ്റ്റി മെഷേഴ്സ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് അതിൻ്റെ സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റായിട്ട് പോലീസുമായിട്ട് അതും പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഇത് ഏകദേശം 8ഓളം ഡിപ്പാർട്ട്മെന്റ്സിനെ ഇത് കൺവിൻസ് ചെയ്യണം. ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രം, 8 എൻവയോൺമെന്റൽ ഡിപ്പാർട്ട്മെന്റ് കൺവിൻസ് ചെയ്യണം, ടൗൺ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ് കൺവിൻസ് ചെയ്യണം. അങ്ങനെ ഇതൊരു പ്രൊജക്ട്, വേറെയുള്ള പ്രൊജക്റ്റും ഇവിടെയുള്ള ആൾക്ക് മനസ്സിലാവും. പക്ഷെ അവർക്ക് ഈ ക്രിമിറ്റോറിയം എന്ന് പറയുന്ന കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ അവർക്കറിയാം. പക്ഷെ ഇതെങ്ങനെയാ ചെയ്യേണ്ടത്, ഇതിന്റെ അപ്രൂവൽ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിൽ വലിയ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അവരുടെ പ്ലാനിങ്ങിൽ ഇല്ലാത്തൊരു സാധനമാണല്ലോ സംഭവം. അപ്പം ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ മുമ്പിൽ എപ്പോഴും രാഷ്ട്രീയം ഇപ്പം എന്ന് വെച്ചാൽ ഇതിനെല്ലാം മനസ്സിലാക്കുന്ന ഒരാളുണ്ട് ഷാർജയിൽ. അതാണ് ഈ സൈനസ്, ഡോക്ടർ സുൽത്താൻ മുഹമ്മദ് അൽ ഖാസ്മി. അദ്ദേഹത്തിന് മുമ്പിൽ ഇതെത്തിയാൽ ഇത് റിസൾട്ട് ഇട്ടാന്ന് എനിക്ക് ഉറപ്പായി. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ഈ എല്ലാം സമഭാവനയോടുകൂടി വളരെ ഇതൊക്കെ വളരെ നല്ല രീതിയിൽ കാണുന്ന ഒരു വലിയ ഹൈനസ്സാണ് ഷാർജ. എല്ലാ ഹൈനസും യു എയിലെ എല്ലാവരും അതുപോലെ തന്നെയാണ്, പ്രത്യേകിച്ച് ഷാർജ ഹൈനസ്. അപ്പോൾ ഇതെങ്ങനെ എത്തുക, അതായിരുന്നു എൻ്റെ ആദ്യ ചോദ്യം. നമ്മൾക്ക് ഈ സൈനസിന് മുമ്പിൽ എത്തണം, ഇത് അവതരിപ്പിക്കണം. അങ്ങനെ ഞാൻ ഇന്ത്യൻ കൗൺസിലിൽ ഇത് അവതരിപ്പിച്ചു. ഈ ഒരു സംഭവം ഷാർജയിലുമാണ്. അന്നത്തെ നമ്മുടെ കൗൺസിൽ ജനറൽ ഇതൊരു ഇനീഷ്യേറ്റീവ് എടുത്തു. അദ്ദേഹം പറഞ്ഞു, ഇന്ന ദിവസം ഞാൻ പോകുന്നുണ്ട്, ഇതിൻ്റെ കംപ്ലീറ്റ് ഫയൽ എനിക്ക് തരണം. ഈ കംപ്ലീറ്റ് ഫയലും കൊണ്ട് അദ്ദേഹം ഈ ഒരു പ്രൊജക്റ്റ് മാത്രമായിട്ട് അദ്ദേഹം സൈനസിന് മുമ്പിൽ പോവാം. സൈനസ് ഇതൊക്കെ മനസ്സിലാക്കി, എല്ലാം വായിച്ചു കേട്ടു, കാര്യങ്ങൾ മനസ്സിലാക്കി, സമയം കൊടുത്തു, എല്ലാം കേട്ട ശേഷം അദ്ദേഹം ഒരു പേപ്പർ എടുത്ത് അതിൻ്റെ പിൻ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഈ പ്രൊജക്റ്റ് ഷാർജയിലേക്ക് ഇതിന് ഒരു ഉത്തരവ് ഇട്ടു, സൈൻ ചെയ്തു. പെട്ടെന്ന് സെക്രട്ടറിക്ക് കൊടുത്തു. പിന്നെ എല്ലാം പെട്ടെന്ന് ഒരു മായ പോലെ നമ്മുടെ മുമ്പിൽ. എന്നിട്ട് അവിടെ നിന്ന് തന്നെ CG വിളിച്ചിരുന്നു, നമുക്ക് ഇതിൻ്റെ കോസ്റ്റ് എന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാനൊരു എമൗണ്ട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞത് ഈ സൈനസ് തരാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞു, വേണ്ട, കാശ് നമുക്ക് സ്വരൂപിക്കാം. അപ്പോൾ സ്ഥലം എത്ര വേണമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, സ്ഥലം എത്രയാണ്, ഒരു സ്ട്രക്ചർ ബിൽഡിംഗ് ഉണ്ടാക്കുക, ഒരു ഏക്കർ കിട്ടിയ 10 ഏക്കർ സ്ഥലം തരാമെന്നു. വൃത്തായി കിടക്കുക, അത് തന്നു. സ്ട്രക്ചർ വോൾ ചെയ്ത് തന്നു. ഷാർജ ഗവൺമെൻറ് ഫുൾ ഡിപ്പാർട്ട്മെൻറ്റ് വന്നിട്ട് അവിടെ കംപ്ലീറ്റ് ഇലക്ട്രിക്കൽ കാര്യങ്ങൾ, മറ്റുള്ള ഇൻഫ്രാസ്ട്രക്ചർ കാര്യം കംപ്ലീറ്റ് ചെയ്ത് തന്നു. ഓഡിറ്റ് തന്നു, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു. നമ്മൾ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാനുള്ള കാശ് പോലും പകുതി തന്നത് ഇന്ത്യ ഗവൺമെൻറ് തന്നു. മെഷീൻസിന് സൈന് സപ്പോർട്ട് ചെയ്തു, എല്ലാം. ഇപ്പം മൊത്തത്തിൽ അത് കംപ്ലീറ്റ് ചെയ്ത് അതിന് സേഫ്റ്റി ഒരു ഉള്ളതുകൊണ്ട് അതിൻ്റെ ഭരണം എന്ന് പറയുന്നത് ഷാർജ മുനിസിപ്പാലിറ്റിയും അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ് നടത്തുന്നുള്ളത്. ഷാർജ പോലീസുണ്ട്, അതോടൊപ്പം ഷാർജ എന്ന അസോസിയേഷൻ ഉണ്ട്. ഒരാൾ മരണപ്പെട്ട ഷാർജ എന്ന അസോസിയേഷൻ അതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഈ കണക്ടിവിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അവിടെ നല്ല ബിൽഡിംഗ് ആണ്. അവിടെ വന്നിട്ട് അപ്പോൾ ഒരു കൺട്രോളൻസ് റൂമുണ്ട് അവിടെ, അതിൻ്റെ നല്ല ഇൻഫ്രാസ്ട്രക്ചറാണ്. അതൊരു വലിയ കാരുണ്യമാണ്, വലിയ കാരുണ്യ പ്രവർത്തനം. എല്ലാ തരത്തിലുള്ള ഡിഫറൻസ് ഓഫ് വിഭിന്നം എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാം ഒന്നെന്ന് പറയുന്ന ഒരു വലിയ മെസ്സേജാണ്
കിട്ടുന്നു. ഷാർജ ഗവൺമെൻറ് ലോകത്തിന് നൽകി. Correct. അതിൻ്റെ ഒരു ഭാഗമാവാൻ ഒരു ചെറിയ ഒപ്പിടാൻ എനിക്കും പറ്റി എന്ന് തന്നെയാണ് എന്നെ സംബന്ധിച്ച് ഒരു വലിയ സന്തോഷമുള്ള കാര്യം.